സുഖമാണെന്ന് വിചാരിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. കുട്ടികളുടെ കലാപരിപാടിയൊക്കെ കണ്ടു. അതിനുശേഷം എത്രയും വേഗം വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നതാണെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങോട്ട് മാറുന്നു, ഇങ്ങോട്ട് മാറുന്നു, കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു, വഴിയിലിരിക്കുന്നു, ഒത്തിരി പ്രശ്നമുണ്ട്. ഈ റോസപ്പൂ കാണാൻ പറ്റുന്നവരൊന്ന് കൈയടിച്ച്, ഈ റോസപ്പൂ കാണാൻ പറ്റുന്നവർ കൈയടിച്ച്. മൊത്തം കൈയടി വന്നില്ലല്ലോ. ഈ റോസപ്പൂ കാണുന്നവരെല്ലാം നന്നായിട്ട് കൈയടിക്കണം. ടീച്ചർമാർക്ക് എവിടെയെങ്കിലും ഇരിക്കാം. യൂണിഫോം ധരിച്ചു വന്നിരിക്കുന്ന ടീച്ചർമാർ എവിടെയെങ്കിലും ഇനി ഇറങ്ങിപ്പോകുമെന്ന് ഓർക്കൊന്നുമില്ല. കാപ്പി എപ്പോഴാണ്? കാപ്പി ഉണ്ടോ ഇവർക്ക്? ഉണ്ടോ? കാപ്പി ഉണ്ടോ ഇവർക്ക്? അവർക്ക് കാപ്പി വല്ലതും ഉണ്ടോ? കാപ്പി വീട്ടിലുണ്ട്. ഓരോരുത്തർ വീട്ടിൽ തയ്യാറാക്കിയിട്ടാ വന്നേ. അതെ അതെ, വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം കുടിക്കാൻ പോകണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ശാന്തമായിട്ടിരുന്നോളാ കേട്ടോ. മാനേജസിന് വലിയ ഇൻസ്പിറേഷനുള്ളൊരു വൈദികനാണ്. അച്ഛൻ്റെ ബൈക്കിൽ പോയ അച്ഛൻ കൊച്ചനായിരുന്നപ്പോൾ അച്ഛൻ ബൈക്കിൽ കൂട്ടി നടന്ന ബൈക്കിൽ കൊണ്ടു നടന്ന പയ്യൻ വൈദികനായി. കാഞ്ഞിരത്താനത്ത് അജീഷ്, ശരിയാണോ കൊച്ച? എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഈ അച്ഛനെ ഞാൻ അന്ന് ശ്രദ്ധിച്ചേ. അജീഷ് എന്ന് പറയുന്ന എൻ്റെ പയ്യൻ, എൻ്റെ കൂടെ പഠിച്ച പയ്യൻ സെമിനാരിൽ പോയി റോമിൽ പഠിക്കുന്നു. ഇപ്പോൾ ജർമ്മനി സേവനം ചെയ്യുന്നു. റോമിലെ ഫുട്ബോൾ ടീമിലൊക്കെ അംഗമാണ്. ആ കൊച്ചു വൈദ്യനാകാൻ കാരണം ഇദ്ദേഹം കൊച്ചനായിരുന്നപ്പോഴത്തെ ഇൻസ്പിറേഷനാണ്. ഇപ്പം സ്വാഗതം നന്ദി പറഞ്ഞപ്പോൾ ആ ടീച്ചർ പറയുന്നത് കേട്ടു, പിള്ളേരുടെ കൂടെയാ, പിള്ളേർ അച്ഛൻ്റെ കൂടെയാണെന്ന് കേട്ടപ്പോൾ ഇപ്പം ഓർമ്മ വന്നതാണ്. അതുകൊണ്ട് മാനേജരച്ഛനെ ആദരവോടെ ഓർക്കുന്നു. അച്ഛൻ ഇങ്ങനെ ശിശുദിനത്തോടനുബന്ധിച്ച് പേരൻസിനെയും വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പേരൻസിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഉപദേശിക്കാൻ വന്നതല്ല, പഠിപ്പിക്കാനും വന്നതല്ല. കാരണം എന്നേക്കാളും മക്കളെ വളർത്തി പരിചയമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. എൻ്റെ മൂത്ത കൊച്ചിന് 6 വയസ്സേ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിചാരമുണ്ട് പിന്നെ എന്നാ കാണാൻ വന്നതാണ്. അതിനുള്ള വല്യപ്പന്മാരിവിടെ ഇരിപ്പുണ്ട്, വല്യമ്മമാരിവിടെ ഇരിപ്പുണ്ട്. ഈ റോസപ്പൂ കാണാൻ പറ്റുന്നവരൊന്നുകൂടെ കൈ പൊക്കിക്ക്. റെഡി റെഡി. കാണാൻ പറ്റുന്ന പോലെ ഇരിക്കണം. റോസപ്പൂ ഇഷ്ടമുള്ളവർ ഒന്ന് കൈ പൊക്കിക്ക്. ഇഷ്ടപ്പെടണം, കാരണം മരിക്കുമ്പം വെക്കുന്നതാണ്. ചെമ്പരത്തിപ്പൂ അല്ലല്ലോ എനിക്ക് തന്നെ, റോസപ്പൂവാ. ഞാൻ ഈ റോസപ്പൂ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് റോസപ്പൂ അതായിരുന്നു. കാരണം ലാഭം നോക്കുന്ന ഈ ചീഫ് ഗസ്റ്റ് വരുമ്പോൾ സ്ഥിരം. ഇത് നല്ല ഫ്രഷാ. ആ കുഞ്ഞു കൊച്ചി വാഞ്ചിലെ ആ പൂ കൊണ്ടെന്ന് തന്നു. ഈ റോസപ്പൂ പോലെയാണ് മംഗളാരാം ഇൻഫന്റ് ജീസസിന്റെ കുഞ്ഞുങ്ങളെല്ലാം. ഈ റോസപ്പൂവാ. ഈ റോസപ്പൂ ഉണ്ടാവണമെങ്കിൽ എന്തെല്ലാം വേണം ചേച്ചി? എന്തോ? മണ്ണ് വേണം. എന്നാ വേണം? വെള്ളം വേണം. എന്തോ? ഇത് രണ്ടും മതിയോ? സൂര്യപ്രകാശം വേണം. പിന്നെ ചുരിദാറിട്ട അമ്മ പറഞ്ഞേ. ഇത് 2 പ്രായം ചെന്ന അമ്മമാർ. ചുരിദാറിട്ട അമ്മ, അല്ലെ അമ്മമാരുണ്ടല്ലോ. ഇതാ വെള്ളം, വളം. വെള്ളം വേണം, വളം വേണം, സൂര്യപ്രകാശം വേണം. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ തണ്ട് വേണ്ടേ? തണ്ട് വേണം. പിന്നെ സാറേ ചേട്ടാ എന്നാ വേണം ചേട്ടാ? ഈ റോസ ചെടിയാല് പൂ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണം? ജലം പറഞ്ഞു, വെള്ളം പറഞ്ഞു, സൂര്യപ്രകാശം പറഞ്ഞു, വളം പറഞ്ഞു, പൂച്ചട്ടി പറഞ്ഞു, അല്ലെ മണ്ണ് പറഞ്ഞു. പിന്നെ ഇതോ പരിചരണം വേണം. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഞാൻ എനിക്ക് പൂ ഏറ്റവും ഇഷ്ടമുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വലിയ കാര്യം പറയാനൊന്നും വന്നതല്ല. 1ാം ക്ലാസ്സിലെ പിള്ളേർ തൊട്ട് താഴോട്ട് ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള അവരെടുക്കുകയാണ്. മക്കൾ എന്താണേലും റോസപ്പൂ പോലെ ആവണം. പേരൻസ് മാത്രം കൈപൊക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ നമ്മളെക്കാളും അന്തസ്സായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കൾ കൈപൊക്കിക്കും. പിള്ളേർ കൈപൊക്കരുത്. ഞാൻ ടെസ്റ്റ് ചെയ്യുക, ചെവി കേൾക്കാവോ, കണ്ണ് കാണാവോ എന്നൊക്കെ. ചിലവർ ആ സ്ക്രീനെ നോക്കിക്കൊണ്ടിരിക്കുക. എപ്പം തുടങ്ങിയാലും 3:30 അല്ലെ 25 മിനിറ്റ് സമയം എന്താണേലും ശ്രദ്ധിക്കണം. 25 മിനിറ്റിന് ശേഷം പോകേണ്ടവർക്ക് പോകാം. പിന്നെ PTA ഹെഡ് മാസ്റ്റർ പറയാനുള്ള കേൾക്കാനുള്ളത് 3:30 വന്നാൽ മതി. 25 മിനിറ്റ് സമയം നിങ്ങൾ കേൾക്കണമെന്ന് പറയാൻ കാരണം അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കരുത്. ചിലവർ പറയും ആടിനെ മാറ്റി കെട്ടാനുണ്ട്, സാറ് പെട്ടെന്ന് വിട്. ശിശുദിനമൊക്കെ വന്നും പോയിരിക്കും, എന്നാ കാണിക്കാനായി ബുദ്ധിമുട്ട് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ,
നിങ്ങളുടെ പശുവിനേക്കാളും നിങ്ങളുടെ ആടിനേക്കാളും നിങ്ങളുടെ കടയേക്കാളും നിങ്ങളുടെ പൈസയേക്കാളും വലുതാണ് നിങ്ങളുടെ മക്കള്. അതുകൊണ്ടാണ് തൊട്ടടുത്തിരുത്തിയേക്കുന്നത്. സ്വന്തം പിള്ളേരാണോ നോക്കിക്കേ, നോക്കി പിള്ളേരെ നോക്കിക്കേ. ആ കണ്ണും നോക്കിക്കേ. ആണോ? ആണെങ്കിൽ തലോടിയിട്ട് പറഞ്ഞേ കൊച്ചു മെടുക്കനാ, മേടിക്കാന്നൊന്ന് പറഞ്ഞേ. മാറിപ്പോവരുത്, യൂണിഫോം നോക്കരുത്. 2-3 പേരുണ്ട്, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തൊടുക. റെഡി? ഇനി ഉമ്മ ഇഷ്ടമുള്ളവരൊന്ന് കൈയെടുത്തേക്ക്. ഉമ്മ കണ്ട പിള്ളേർ ആർക്ക് വേണേലും പോക്കാം. അങ്ങോട്ട് ആകുമ്പോൾ പറയാം അപ്പനാണോ പപ്പനാണ് അല്ല, മൊത്തം മംഗളാരാം ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളാണ്. മോളിൽ ഇരിക്കുന്ന സിസ്റ്റർ, ടീച്ചർ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഇപ്പം തൊട്ട് മുണ്ടക്കലച്ചൻ ഉൾപ്പെടെ ഓഡിയൻസ് ആണ്, പാർട്ടിസിപ്പൻസാ, ഓഡിയൻസ് അല്ല. അതുകൊണ്ട് കേൾവിക്കാരൊന്നും വേണ്ട. അയ്യോ ആ സാറ് കുഴപ്പമില്ല കേട്ടോ, സാറിൻ്റെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യവും എനിക്കില്ല. നല്ലതാണേലും ചീത്തയാണേലും അനുഭവിക്കുക. പക്ഷേ 2-3 ചോദ്യങ്ങൾക്ക് ഞാൻ കൈ പൊക്കിക്കും. അത് ചെയ്യണം. ചെയ്യാത്ത മാതാപിതാക്കൾ മേലാൽ കൈ പൊക്കാൻ പിള്ളേരോട് പറഞ്ഞേക്കരുത്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യവും മക്കളോട് പറഞ്ഞേക്കരുത്. കേൾക്കാമോ? എക്കോ ഉണ്ടോ? എക്കോ ഒന്നും ഇല്ലല്ലോ അല്ലേ? മുഖം കണ്ടപ്പോൾ എന്തോ എക്കോ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് കേൾക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കേ. എന്നാന്നറിയോ, ചിലപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ അച്ഛനോട് വന്നിട്ട് പറയും എന്നാന്നറിയത്തില്ല, ഒരു പ്രകമ്പനം പോലെ തോന്നിയെന്ന് പറയും. അതുകൊണ്ട് ടീച്ചർമാർ വേണേൽ 1-2 പേര് പുറകെ പോയിരുന്നോ കേട്ടോ, പ്രായം കുറഞ്ഞവര്. കാരണം അവർക്കല്ലേ ചെവി കേൾക്കത്തുള്ളൂ. റെഡി? അതുകൊണ്ട് വെരി ഗുഡ്. അച്ഛാ ഈ LCD പ്രൊജക്ടറൊക്കെ വർക്കിംഗ് ആവുന്നു. അപ്പൊ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ചുംബനം, കിസ്, ഉമ്മ ഇഷ്ടമുള്ള മംഗളാരാം ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മനുഷ്യര് കൈ പൊക്കിക്കും. വെരി ഗുഡ്. കൊച്ചു നോക്കുക അമ്മ പൊക്കുന്നുണ്ടോന്ന്. റെഡി? ഇങ്ങനെ കൈ പൊക്കിയാല് കേട്ടോ, ഈ ടീച്ചർമാരും നിങ്ങൾ ഉമ്മ ഇഷ്ടമല്ലേ? റെഡി? ചുംബനം ഇഷ്ടമാണ്, കൈ താത്തിക്കോ. ചുംബനം ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ കാരണം എല്ലാ മനുഷ്യർക്കും ഇഷ്ടമുള്ള സാധനമാണ് ചുംബനം. ഡെഡ് ബോഡിക്കും ഇഷ്ടമാണ്. മംഗളാരാം ഇടവകയിലെ മരിച്ചടക്കിന്റെ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റ് ഒരു കാര്യച്ചും പറയും, അടുത്ത ബന്ധുക്കൾ എന്നാ കൊടുക്കാനാ സാറേ പറയുന്നേ? ചുംബനം, ഉമ്മ, അല്ലാതെ തൊഴിയൊന്നും അല്ലല്ലോ. പിള്ളേർക്കും ഇഷ്ടമാണ് ഉമ്മ, പിള്ളേർക്കും ഇഷ്ടമാണ് ചുംബനം. അപ്പനും അമ്മയും ചുംബനം കൊടുക്കണം. അപ്പനും അമ്മയും ഉമ്മ കൊടുത്തില്ല എങ്കിൽ കൊച്ചുമ്മ മേടിക്കാൻ എറണാകുളത്തിന് പോകും. ഈ PTA മീറ്റിങ്ങിൽ അല്ലെ ഈ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷനിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നാ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ, ഈ പൂവ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. വെള്ളം, വളം, തണ്ട് എല്ലാം വേണം. എൻ്റെ വീട്ടിലെ ചെടിയുണ്ട്, പക്ഷെ മഠത്തിലെ അതേ കമ്പ ഞാനും വെച്ചേ. മഠത്തിലെ പൂ ഉണ്ടാകുന്ന പോലെ എൻ്റെ വീട്ടിലെ ചെടിയെ പൂ ഉണ്ടാകുന്നില്ല. ഞാൻ കാരണം അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. തണ്ടിൻ്റെ കുഴപ്പമാണോ വളത്തിൻ്റെ കുഴപ്പമാണോ, ഇതിനൊന്നും ഒരു കുറവില്ല. കാരണം എൻ്റെ വീട്ടിൽ പശു ഉള്ളതുകൊണ്ട് വളം ഇഷ്ടം കൂടിയുണ്ട്. അതിൻ്റെ ചോട്ടിൽ നിന്നാണ് കുളിക്കുന്നത്, വെള്ളം ഒഴിക്കുന്നുണ്ട്, ഞാൻ പരിപാലിക്കുന്നുണ്ട്. പക്ഷേ എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, ചുവട് ഇളക്കിയിട്ടാണോ വളം ഇടുന്നതെന്ന് ചോദിച്ചു. ചുവട് ഇളക്കിയിട്ടാണോ വളം ഇടുന്നത്? അപ്പോഴാണ് എനിക്ക് ക്ലിക്കായേ. എൻ്റെ തിരക്കിൻ്റെ ഇടയിലുണ്ടല്ലോ, ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളം ഒഴിക്കുന്നുണ്ട്, വളം ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളം ഇടുന്നുണ്ട്. പക്ഷെ പൂവിനൊരു പൂവാന്നൊരു തോന്നലില്ല. ചില മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്. എന്തിന്റെ കുറവാ? മുറി, സൗകര്യം, പൈസ, തീറ്റ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഫ്ലറിഷ് ആകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണാൻ ഭംഗിയുണ്ടാകുന്നില്ല. ചിലവരെന്നെ കണ്ണടച്ച് കാണിക്കുന്നുണ്ട്, സാർ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും. ഒരു പേടിയില്ല. അതുകൊണ്ടായിരിക്കാം മുണ്ടക്കലച്ചൻ ഒരു പക്ഷേ എന്നെ വിളിച്ച് എൻ്റെ ആഗ്രഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ് മരിക്കണമെന്ന്. ഇവിടെ അടുത്താണ്, അതുകൊണ്ട് മരിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് അറിയിച്ചേച്ചാൽ മതി, അവർ വന്ന് കൊണ്ടുപോയിക്കോളും. വെള്ളം ഒഴുക്കി വിടുന്നതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഒഴുക്കി വിട്ടാലേ വെള്ളം കൊണ്ട് ഗുണമുള്ളൂ. നമ്മുടെ മക്കളെ കൊണ്ട് ഗുണം ഉണ്ടാവണം. കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി വളർത്തി വലുതാക്കുന്ന അപ്പനെയും അമ്മേനെയും അനാഥാലയത്തിൽ കൊണ്ടേയാക്കില്ല. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും ആഗ്രഹമുള്ളതുകൊണ്ടാണ്
ഇപ്പോൾ ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് ഈ ഓഡിറ്റോറിയത്തിൽ വിളിച്ചേക്കുന്നത് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി 15 മിനിറ്റും കൂടി നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ കാണുന്നതാണ് എൻ്റെ കഞ്ഞി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം. അവിടെ എനിക്ക് സംതൃപ്തിയുണ്ട്, അവിടെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അവിടെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. മൈ പ്രൊഫഷൻ ഈസ് ടീച്ചിങ്. അധ്യാപകരാകാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതും സൈക്കോളജിയാണ് പഠിപ്പിക്കുന്നത്. മുഖം നോക്കാൻ പഠിപ്പിക്കും. മുഖം, കൈ നോക്കാനല്ല, മുഖം നോക്കാൻ. മുഖം നോക്കി പിള്ളേരെ മനസ്സിലാക്കണം. മുഖം പഠിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെ വിറ്റ കാശുണ്ട്. ഈ ഇരിക്കുന്നവർക്ക് നമ്മളെ വിറ്റ കാശുണ്ട്. സാർ എന്നാ പറഞ്ഞാലും ഞങ്ങൾക്കറിയാലോ. ആ ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ എക്സ് ജനറേഷൻ, വൈ ജനറേഷൻ, ഇസഡ് ജനറേഷൻ, ഈ ഇരിക്കുന്ന സാറാണോ അപ്പച്ചനാണോ വല്യപ്പനാണോ എസ് പി ആണോ എന്നൊന്നും എനിക്കറിയില്ല. തല നരച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 80-ന് മുമ്പ് ജനിച്ചതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 1980-ന് മുമ്പല്ലേ. ആ കാറ്റഗറിയാണ് എക്സ് ജനറേഷൻ. ആ സാറിൻ്റെ 50-ാമത്തെ വയസ്സിലാണ് മൊബൈൽ ഫോൺ കാണുന്നത്. ആ സാറിൻ്റെ പ്രായത്തിൻ്റെ ഒരു 60% കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് TV ഒക്കെ ഒന്ന് പ്രവർത്തിക്കാൻ പഠിപ്പിച്ച്. എൻ്റെ അപ്പന് ഇപ്പോഴും ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കും. കാരണം അതിനറിയത്തില്ല. എക്സ് ജനറേഷൻ നമ്മുടെ വല്യപ്പന്മാരുടെയൊക്കെ അവസ്ഥയിൽ 80-നും 90-നും ഇടയിലാണ് ജനിച്ചതെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ഒരു കാറ്റഗറിയാണ്. വൈ ജനറേഷൻ. നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്നാ കിട്ടി? TV ഒക്കെ കിട്ടി. ഇസഡ് ജനറേഷനാണ് ഈ ഇരിക്കുന്നതല്ല. 9-ാം ക്ലാസ്സുകാർ കൈപ്പൊക്കിക്കുക. 9-ാം ക്ലാസ്സുകാർ റെഡി. ദാറ്റ് ഈസ് നോൺ ആസ് ഇസഡ് ജനറേഷൻ. ആ ഇസഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4-ാം ക്ലാസ്സിൽ 5-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ. 2000-നും 2020-നും ഇടയ്ക്ക് ജനിച്ചവരാണ് ഇസഡ് ജനറേഷൻ. ഞാൻ കാണിച്ചു തരാം അതിനാ സ്ലൈഡൊക്കെ. 2020-ന് ശേഷം അല്ലെ 2018, 19, 20, 21, 22, 23 കാലഘട്ടത്തിലൊക്കെ ജനിച്ചവർ അറിയപ്പെടുന്നത് ഇസഡ് പ്ലസ് ജനറേഷൻ. ആ ജനറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ജനിച്ചു വീഴുന്നതിന് മുമ്പ് കാനഡയ്ക്ക് പോകണമെന്ന് ആഗ്രഹമാണ്. കൊച്ചിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഞാൻ വരുമ്പോ വേറെ ഒന്നും അല്ല പറയുന്നേ, കൊച്ചിന്റെ ചെവിയിൽ കാനഡ. ഇനി അന്നത്തെ ഓപ്ഷൻ. അപ്പൊ കാനഡക്കാർ പറഞ്ഞു മതി നിർത്തിക്കോളാൻ. അത് ഇവിടെ കേട്ടിട്ടില്ല. റെഡി നിൽക്കട്ടെ. അപ്പൊ ഈ ജനറേഷനെ ഈ സ്ലൈഡ് ഇട്ടിരിക്കുന്നു. ഇപ്പം മംഗളാരാമിൽ പഠിക്കുന്ന കൊച്ച് വലുതാവുമ്പോ ആരാകുമെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പം പഠിക്കുന്ന കൊച്ച്, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു 60% കുഞ്ഞുങ്ങള് വലുതാവുമ്പോൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിന്റെ പേര് വിമാനം. ഇപ്പൊ ഞാൻ അത്യാവശ്യമായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി, അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് 5 മിനിറ്റ് ചോദിച്ചിരുന്നു. റീവാലുവേഷന്റെ പേപ്പർ എടുക്കാൻ യൂണിവേഴ്സിറ്റി വരെ പോകേണ്ടി വന്നു. 1 മണിക്ക് ഞാൻ ഇതിലെ പാസ് ചെയ്തതാ. അപ്പം പേരൻസ് ഇങ്ങോട്ട് കയറുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ അച്ഛനോട് പറഞ്ഞു തിരിച്ച് 5 മിനിറ്റ്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ അവർ പറഞ്ഞു അലക്സേ വേറെ ബ്ലോക്ക് ഒന്നും ഇല്ല എങ്കിൽ 2 മണിക്ക് മംഗളാരാമിലെത്തും. ഗൂഗിൾ മാപ്പിൽ ചേച്ചി, അമേരിക്കയിൽ ഇരിക്കുന്ന ചേച്ചി പറയുകയാണ് അലക്സേ നീ ഏറ്റുമാനൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം പോവാണേ 2 മണിക്ക് എത്തും. ഇപ്പം ഞാനിവിടെ ഈ കടങ്ങൂർ ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു നാരങ്ങാ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു യു ആർ ഇൻ ദ റോങ് വേ, യു ആർ ഇൻ ദ റോങ് വേ, യു ആർ ഇൻ ദ റോങ് വേ. അവൾ അവിടെ കിടന്ന് കാർച്ച. അവക്കറിയാവോ ഞാൻ മരിക്കാറായിട്ട് ഒരു നാരങ്ങാ വെള്ളം കുടിച്ചതാണ്. അത്രയും വലിയ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നേ. ആ ലോകത്ത് ഈ ചിത്രം ഞാൻ വളരെ ചിന്തിച്ചിട്ടതാണ്. ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ്. ഈ നാട്ടിലുള്ളവർക്ക് പ്രകാശം ഉണ്ടാകട്ടെ എന്നോർത്ത് തുടങ്ങിയതാണ്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എന്നാ കഷ്ടപ്പാടുണ്ടെങ്കിലും എൻ്റെ കൊച്ചിന് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇൻഫൻ ജീസസിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇനി പിള്ളേരും പേരൻസും കൂടി ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലാകില്ലാത്ത ഭാഷയിൽ ഞാൻ ചിലത് പറയും. അത് പേരൻസിനെ മനസ്സിലാകാവുള്ളൂ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പിള്ളേർ പറയുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറയുന്ന പിള്ളേർക്കും മനസ്സിലാകുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഒരു പ്രാവശ്യമെങ്കിലും അപ്പായും അമ്മയെ തല്ലിയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തുകയും പിള്ളേർ കൈ പൊക്കിയാൽ മതി.
ഒരു പ്രാവശ്യമെങ്കിലും അപ്പായോ അമ്മയോ വല്യപ്പനോ വല്യമ്മയോ തല്ലിയിട്ടുള്ള ഒരു കൈ പൊക്കാൻ. മുണ്ടക്കലച്ച ഇതെല്ലാം കവർ ചെയ്യണം കേട്ടോ. കൈ താത്തിക്കോ. ആ കൈ പൊക്കാത്ത പിള്ളേരോട് പറയുന്നു, ഇന്ന് പോയിട്ട് പറയണം അപ്പ അമ്മ എന്നെ തല്ല്, അടുത്ത പ്രാവശ്യം എനിക്കിങ്ങനെ നാണം കെടാൻ പറ്റത്തില്ല. ഇനി എന്തിനാ തല്ലുന്നതെന്ന് ചോദിച്ചാ പിള്ളേരോട് ചോദിച്ചാ പറയാ, എനിക്കറിയത്തില്ല, എല്ലാ ദിവസവും ഉള്ള. 2000 പിള്ളേര് ഞാൻ പഠനം നടത്തി. 2000 പിള്ളേര് പഠനം നടത്തിയിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പിള്ളേർക്ക് എപ്പോഴാണ് ഏറ്റവും വിഷമം? വാട്ട്സ് യുവർ ഒപ്പീനിയൻ ചേട്ടാ? ചേട്ടന്റെ അഭിപ്രായത്തിൽ പിള്ളേർക്ക് ഏറ്റവും വിഷമം എപ്പോഴാണ്? എന്തോ നമ്മൾ വഴക്ക് പറയുമ്പോ. പിന്നെ ചേച്ചിയുടെ അഭിപ്രായത്തിലോ? ബിരിയാണി കിട്ടാത്തപ്പോ. ചേച്ചിയുടെ എന്തോ എന്തോ പഠിക്കാതിരിക്കുമ്പോ. ആരാ പറഞ്ഞ എന്റെ ടീച്ചറെ? അന്നാ ഞാൻ 2000 പിള്ളേര് പഠനം നടത്തിയിട്ടുണ്ടല്ലോ. ഞാനും ഓർത്തുകൊണ്ടിരുന്നത് വഴക്ക് പറയുമ്പോ തല്ലുമ്പോ ഭക്ഷണം കിട്ടാത്തപ്പോഴെന്നൊക്കെയാണ്. 2000 പിള്ളേരിൽ 89.5% കുട്ടികൾ റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയാവോ? ഞങ്ങൾക്ക് ഏറ്റവും വിഷമം അപ്പായും അമ്മയും കൂടെ വഴക്കുണ്ടാക്കുമ്പോഴാ. എന്തുകൊണ്ട് PTA മീറ്റിങ്ങിൽ പിള്ളേരും കൂടി അടുത്തിരിക്കണമെന്ന് ഞാൻ അങ്ങ് വാശി പിടിക്കാൻ കാരണം എന്നാണെന്നറിയാവോ? കേൾക്കേണ്ടവര് കേൾക്കണമെന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇപ്പൊ ഇത് വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? അപ്പനും അമ്മയും വന്നിട്ടില്ലാത്ത പിള്ളേരുടെ പേരൻസ് നാട്ടിലില്ല എങ്കിൽ ഇന്നറിയണം. ചിലവരുടെ ധാരണയുണ്ട് സ്കൂളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാ. ചിലവരുടെ ധാരണയുണ്ട് ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, കല്യാണം കഴിച്ചുകൊണ്ട് മക്കളുണ്ടാവണമെന്നില്ല. നീ വായും പിടിച്ചിരിക്കാതെ, നിനക്കുള്ളതല്ല. അവള് വായും പിടിച്ചിരിക്കോ കല്യാണം അതുവരെ അല്ലേ? ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു വെളിയാടാകുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ചേട്ടന്, ഈ അപ്പച്ചന്, ഈ കൊച്ചു, ഈ അമ്മച്ചിയൊക്കെ വെളിയാടാകുന്നതേ ഉള്ളൂ. പുറകെ ഇരിക്കുന്നവർക്ക് എന്നെ കാണാമെന്നറിയത്തില്ല. പക്ഷെ എവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലായി കല്യാണം കഴിച്ചുകൊണ്ട് മക്കളുണ്ടാവണമെന്നില്ല. ദൈവം ദാനമായിട്ട് നൽകിയതാണ് മക്കളെ. ആ ദൈവത്തെ ചിലവർ അല്ലാഹു എന്ന് വിളിക്കുന്നു, ചിലവർ ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു, ചിലവർ ജീസസ് എന്ന് വിളിക്കുന്നു. ഞാൻ ഐ എം എ ക്രിസ്ത്യൻ. എൻ്റെ ഫെയ്ത്ത് അതുമായി ബന്ധപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന സ്കൂൾ ഈസ് എ മിനിയേച്ചർ ഓഫ് ദ സൊസൈറ്റി. ഇവിടെ എല്ലാ തലത്തിലുള്ള ആൾക്കാരുണ്ട്. 2 നില വീടുള്ളവരുണ്ട്, 1 നില വീടുള്ളവരുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരുടെയും കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ നോക്കുന്ന മാനേജ്മെന്റ്, പ്രിൻസിപ്പള്, ടീച്ചേഴ്സ്. മക്കൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ കൈ ഉയർത്തിക്കുക. മക്കൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ. ചേട്ടാ സാറേ ഫോട്ടോ എടുക്കാവോ? സാറ് ഇനി ക്ലാസ് കേട്ടിട്ട് നന്നാകാനൊന്നുമില്ല. അച്ഛൻ വീഡിയോ എടുക്കും, സാറ് ഫോട്ടോ എടുക്കും. അല്ല മൊത്തം എടുത്താണോ? അല്ല ടീച്ചർമാര് കേട്ടോ, ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പ്രിൻസിപ്പൾ പണി ചെയ്യും, ടീച്ചർമാർ കൈ കെട്ടിയിരിക്കും. ആ ടീച്ചർമാർ, ജൂനിയർ ടീച്ചർമാരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. ജൂനിയർ ആരാണ് എഴുന്നേക്കാൻ പറ്റുന്നവർ? എന്നിട്ട് ടീച്ചറെ ഫോൺ എടുത്തിട്ട് സെക്ഷൻ തിരിച്ച് ഫോട്ടോ എടുത്തു. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ ദിവ്യ, ഫോൺ എടുത്തേ മോളെ, നല്ല ഫോട്ടോഗ്രാഫർ അവള്, നല്ല ടീച്ചറാ, ഫോട്ടോ എടുത്ത്. ദിവ്യ ടീച്ചർ ഇവിടെ എടുത്തോ കേട്ടോ, ഈ സൈഡിൽ എൻ്റെ സ്റ്റുഡൻ്റാ. അപ്പോൾ എന്തിനാണെന്നറിയോ ഫോട്ടോ എടുപ്പിക്കാൻ കാരണം? ഈ കൈ പൊക്കുന്നതും ഇതൊക്കെ ആരാ നോക്കണേ? ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് സംശയമാണ്. ചില പിള്ളേരുണ്ടല്ലോ എന്നാ പറഞ്ഞാലും ഇല്ല എന്നേ പറയുള്ളൂ. അതിൻ്റെ കാരണം മാതാപിതാക്കൾ ഇല്ല 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 എന്നേ പറയുള്ളൂ. 4 ടൈപ്പ് ആളുകളുണ്ട്. 20 പേര് എവിടെയുണ്ടോ അവിടെ 4 ടൈപ്പ്. എത്രയാളാ? എത്ര ടൈപ്പാ? ഒന്ന് വാതറന്ന് പറഞ്ഞേ. അത്ര ഒച്ച പോരാ. എത്ര ടൈപ്പാ? 4 ടൈപ്പ്. പിള്ളേരോ ആക്റ്റീവ് പിള്ളേര്, എനിക്ക് പേരൻസിന്റെ ഒച്ച കേൾക്കണ്ടേ. 4 ടൈപ്പ് ആൾക്കാർ 20 പേര് എവിടെയുണ്ടോ അവിടെയുണ്ട്. അങ്ങനെയാണ് പാലായിലും ഉണ്ട്, കോട്ടയത്തും ഉണ്ട്, മണ്ണക്കനാടും ഉണ്ട്, മണർകാടും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, ഉഗാണ്ടയിലും ഉണ്ട്. അങ്ങനെയാണ് ലോജിക് പ്രകാരം മംഗളാരാമിലും ഉണ്ട്. 1ാമത്തെ ടൈപ്പ് ആൾക്കാരാണ് എനിക്കെല്ലാം അറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട, ഞാൻ എത്ര കൂടിയേക്കുന്നു. ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരുത്തനെ പൈസ കൊടുത്ത് കൊണ്ടുവരും പ്രസംഗിക്കാൻ. അത് കേട്ടിട്ട് പോവാ, അല്ലെ ഒപ്പിടാനുണ്ടെങ്കിൽ ഒപ്പിട്ടിട്ട് പോവാ. PTA മീറ്റിങ്ങിന് ചെന്നു എന്ന് വരുത്തുക. എനിക്കറിയാം എന്നാ ചെയ്യണമെന്ന്. അങ്ങനെയുള്ളവരുടെ ലക്ഷണം അമിത ആത്മവിശ്വാസവും അഹങ്കാരവും. അവർ പറയും, ടീച്ചർ പറയും, സാറ് പറയും,
പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നോട്ട് ബുക്ക് ഒക്കെ നോക്കണം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒച്ച കേട്ടോണ്ട് എല്ലാവരും ഓടുന്ന കണ്ട് ഞാനും ഓടി. കാരണം ക്ലാസ് എടുക്കാനുള്ളവരെല്ലാം ഓടി, ഡോക്ടർ പിള്ളേരായിരുന്നു. പിന്നെ ഞാൻ എന്നൊക്കെ നിൽക്കുന്നത്, ഞാനും ഓടി. കാഷ്വാലിറ്റിയുടെ മുന്നിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ 3 എണ്ണത്തിനെ നിരത്തി ഇട്ടിട്ടുണ്ട്, മരിച്ചുപോയി. ബൈക്ക് അപകടം എന്നാ പറഞ്ഞത്. ഇന്ത്യൻ ബൈക്കെല്ലാം 2 പേര് പോകുന്ന, 2 പേര് പോകേണ്ട ബൈക്ക് 3 പേര് പോയി. ടോറസിന് ബലമുണ്ടോ എന്ന് നോക്കുക, ടോറസിന് ഉരുക്കാണോ എന്നറിയാനൊന്ന് ഇടിച്ചു നോക്കുക. ഓൺ ദ സ്പോട്ടിൽ പോയി വില്ലുവായിലെ കാർച്ചയൊക്കെ കാറി. ഇനി അടുത്ത ഒത്തിരി നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ലോ, മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നതുകൊണ്ട് അടുത്ത പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുക. പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടാകാൻ നേരത്ത് അവിടെ കിടന്ന് ബഹളം, ഇതല്ല എൻ്റേത്, അതാണ് എൻ്റേത്, ഇതാണ് നിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാ കാര്യമെന്ന് ചോദിച്ചാൽ മുഖമില്ല 3നും. കേരളത്തിൽ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ? ഈ അപകടം വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് പറ്റാതിരിക്കാനാണ്. അമിത ആത്മവിശ്വാസമുള്ള ആളുകളെ തിരിച്ചറിയാം. കേരളത്തിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുകയല്ല. ചില മാതാപിതാക്കളുണ്ട്, എൻ്റെ കൊച്ചു ഭയങ്കര സ്മാർട്ടാവട്ടോ, നിന്റെ കൊച്ചാ പൊട്ടൻ. ഒന്നാമത്തെ ടൈപ്പ് ആൾക്കാരാ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുണ്ട്, എൻ്റെ പൊന്ന് സാറേ ഞാനിങ്ങനെ വന്നേ ഉള്ളൂ, എൻ്റെ ബുദ്ധിമുട്ട് സാറിന് അറിയാവോ, അയ്യോ ഭാവേ ഞാൻ കറുത്താ, പൊക്കം കുറഞ്ഞാ, കൂലിപ്പണിയാ, എൻ്റെ ഭർത്താവ് കുടിയനാ, എൻ്റെ ഭാര്യ കുടിച്ചു നിർത്തി ഇടിക്കുന്നത്. എപ്പോഴും നെഗറ്റീവാ, എപ്പോഴും എന്നാ ചോദിച്ചാലും നെഗറ്റീവാ, എന്തിനും കുറ്റവാ, എന്തിനും. ആരെയും നോക്കിയല്ല, പൊസിഷനൊന്നും നോക്കിയല്ല, കുറ്റം. അങ്ങനെയുള്ളവർ ഇംഗ്ലീഷിൽ പറയും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. നീ വേണേ PTA പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞ, നീ ആയിക്കോ, ഞാനില്ല. ആ കൊച്ചിനെയാണ് പിന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? വാടിയ കൊച്ചു പ്രസംഗിക്കാൻ, പാടാൻ, ആകെ അവർക്ക് ഇഷ്ടം തിന്നാനാ. മൂന്നാമത്തെ ടൈപ്പ് ആളുകളുണ്ട്, നീ പോകുന്നുണ്ടോ? എന്നാ ഞാനും പോകുന്നില്ല, ഓക്കെ നമുക്ക് ഒന്നിച്ചു മുങ്ങാം, സൂപ്പർ. നീ ഫീസ് കൊടുക്കുന്നുണ്ടോ? എന്നാ ഞാനും ഇപ്പൊ കൊടുക്കുന്നില്ല, ഓക്കെ നമുക്ക് ഒന്നിച്ചു മുങ്ങാം, സൂപ്പർ. അത് അപകടമാണ്, വളരുകയല്ല, വളർത്തിയേല. നാലാമത്തെ ടൈപ്പ് ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. അടുത്തിരിക്കുന്ന ചേട്ടന്മാരും അമ്മച്ചിമാരും തമ്മിലൊന്ന് പിള്ളേർക്കല്ല ഷേക്കാൻ്റെ കൊടുക്കണ്ടേ, അയലോക്കത്തെ ആൾക്കാർ തമ്മിലൊരു ഷേക്കാൻ്റെ കൊടുത്ത്, എൻ്റെ കൊച്ചു നല്ലതാ, നിന്റെ കൊച്ചു നല്ലതാ, പറ. ചേച്ചി പാതുവാണിലെ അന്തോണി സുനിയാന്റെ സഹോദരി വല്ലതും ആണോ ഒരേ സമയത്ത് 2 പേർക്ക് ഷേക്കാൻ്റെ കൊടുക്കുന്നത്? ഒരു സമയത്ത് റെഡി, ആ ഷേക്കാൻ്റെ കൊടുത്തോ? ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. എൻ്റെ കൊച്ചും നല്ലതാ, നിന്റെ കൊച്ചും നല്ലതാ. ആമയുടെ മുയലിന്റെയും കഥ വായിച്ചിട്ടുള്ളൊരു കൈ ഉയർത്തിക്ക്. ആമയുടെ മുയലിന്റെയും കഥ വായിച്ചിട്ടുള്ളത് കൈ താത്തിക്കോ. ആരാ ജയിച്ച ചേച്ചി? ആമയുടെ മുയലിന്റെ കഥയിൽ ആരാ ജയിച്ചത്? കുതിരയോ മുയൽ? ഞാൻ കൊച്ചിനോട് ചോദിക്കാം ആരാ ജയിച്ചത്. കൊച്ചു പറയാം കുതിരയെന്ന്. വേടി, ആമയുടെ മുയലിന്റെയും കഥയിൽ ആരാ ജയിച്ചേ? ആമ. ഓട്ടക്കാരൻ ആരാണ്? മുയൽ. എന്തുകൊണ്ട് മുയൽ തോറ്റു? ഉറങ്ങിപ്പോയി. മെടുക്കൻ പറഞ്ഞേ, എഫ്രൈം മെടുക്കൻ. അതാണ് ആൻസർ. കഴിഞ്ഞ ദിവസം ഒരുത്തം പറഞ്ഞു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ആരുടെ ഉറങ്ങിപ്പോയതുകൊണ്ട്. ഈ മൂക്കൽ ഇങ്ങനെ പിടിക്കാൻ എല്ലാവരും ഒരു എക്സസൈസ് ചെയ്തേ, തലയെ പിടിച്ചേ. വളയൊക്കെ ഒന്ന് കാണട്ടെ ചേച്ചി. 6 വളയിട്ടോണ്ട PTA മീറ്റിങ്ങിന് വന്നത്. സ്കൂൾ ഫീസ് കൊടുത്തില്ലെങ്കിലും ഒന്ന് കാണട്ടെ. 2 കൈ കൊണ്ട് ഒന്ന് പിടിച്ചേ, തലയിലൊന്ന് പിടിച്ചേ. ഫോട്ടോ എടുക്കുന്നുണ്ടോ ദിവ്യ ടീച്ചറെ? മൂക്ക്, ചെവി, റെഡി. തല, മൂക്ക്. ദൈവമേ ചേച്ചി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെ കണ്ണെ പിടിക്കും? സിമ്പിളായിട്ട് ജീവിച്ചേ, സിമ്പിളായിട്ട് മക്കളെ വളർത്തിക്കേ. പേരന്റിങ്, സിമ്പിൾ പേരന്റിങ്, കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. മക്കൾ വളർന്നോളും. നിങ്ങൾ വളർത്തിയില്ലേലും മക്കൾ വളർന്നോളും. ദയവ് ചെയ്ത് വളർത്തിയില്ലേലും തളർത്തരുത്. റെഡി. തല, മൂക്ക്, ചെവി, കണ്ണ്, നാവ്. ഏറ്റവും കൂടുതൽ സമയത്ത് ഏത് അവയവത്തെ പിടിക്കാനാണ്? അമ്മേ, നാവെ പിടിക്കാൻ. അത്രേ സൂക്ഷിച്ചുപയോഗിക്കേണ്ട അവയവമാണ് നാവ്. എന്നെ ഒത്തിരി പേര് പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ക്രിക്കറ്റൊക്കെ കളിച്ച് വൈഡ് എറിയുന്നവനെ പിന്നെ എന്നാന്നാ വിളിക്കുന്നത്? പൊട്ടാന്നും മന്ദബുദ്ധിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ 2 പേര് വിളിച്ചിട്ടില്ല, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ടീച്ചർമാരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവന് കണക്കറിയത്തില്ലല്ലോ, 3 ഇല്ലേ പിന്നെ 2 തന്നെ പറഞ്ഞതെന്ന്.
അപ്പനും അമ്മയും ഒന്നാന്നാ പറഞ്ഞു. ആ അച്ഛൻ കല്യാണം ആശ്രയിക്കും, ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. അത് കല്യാണത്തിന്റെ ദിവസം മാത്രമല്ല ഓർക്കണ്ടേ, മരണം വരെ ഓർക്കണം. വിദ്യാഭ്യാസത്തിന് 4 ലക്ഷ്യങ്ങളാ. 1 ലേണിംഗ് ടു നോ, അറിയേണ്ടത് അറിയണം. 2 ലേണിംഗ് ടു ഡു, ചെയ്യേണ്ടത് ചെയ്യണം. 3 ലേണിംഗ് ടു ലിവ് ടുഗദർ. ജോജി സാറും അച്ഛനും ഈ ടീച്ചർമാരും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ജീവിക്കാനാ. നിങ്ങൾ വിമർശിച്ചു, എന്നെ വിമർശിച്ചു, ഇന്ന് ഞാൻ നമ്പരും തരാം. മേലാൽ മംഗളാരാം സൈഡിൽ കൂടെ വരരുത്. വിമർശിച്ചു. പക്ഷെ ഈ ചേട്ടനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറയുക, ഈ ചേട്ടനാണ് ഏറ്റവും മോശമെന്ന് അലക്സ് പറയുമ്പോ അലക്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചേട്ടൻ മോശമാണ്, ഞാൻ 3 ഇരട്ടി മോശമാ. ചിലവര് അത് ചീത്തയാ, ഇത് ചീത്തയാ, അത് മോശ, ഇത് മോശ. വേറെ ആം സ്റ്റാൻഡിങ്. ആമയുടെയും മോയലിന്റെയും കഥയിൽ ആമ ജയിക്കാൻ കാരണം സെൽഫ് എഫിക്കസി. സ്വന്തം കഴിവിലുള്ള വിശ്വാസം. മക്കള് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കൾ കൈപൊക്കുകയും മരുന്ന് പറഞ്ഞു തരാം. 20 മിനിറ്റ് ആവുക, പോകുന്നവർ പൊക്കോട്ടെ. മരുന്ന് കിട്ടുവാണെങ്കിൽ അവർ പൊക്കോളും, എഴുതാത്തിക്കും. മരുന്ന് ഇതാണ്, മക്കള് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മരുന്ന് പറഞ്ഞു തരാം. 1, അവോയ്ഡ് അൺനെസസറി കമ്പാരിസൺ. താരതമ്യം നിർത്തണമെന്ന്. പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ ചേച്ചി ചോദിക്കുക, എങ്ങനെയുണ്ടടി നിന്റെ മൂത്തത്? ഓ നിന്റേതാ? ഓ അങ്ങനെയാണോ? കുഴപ്പമില്ല, 2 ഓയാണല്ലോ. ചിരിക്കാം, ചിന്തിക്കാം. രക്ഷപ്പെടലോ. എന്റെ അപ്പനും അമ്മയും വിദ്യാഭ്യാസം കുറവാ കേട്ടോ, പക്ഷെ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്നാണെന്നറിയാവോ? ഞങ്ങൾ 5 മക്കളെയും കമ്പയർ ചെയ്തില്ല. ചേച്ചി വന്നപ്പം തൊട്ട് എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ദിസ് ഈസ് മാനുഫാക്ചറിങ് ഡിഫക്ട്. 7.5 മാസത്തിൽ 1 കിലോ 200 ഗ്രാമിൽ ജനിച്ച കൊച്ചാ ഞാൻ. 3 വയസ്സ് വരെ മിണ്ടിയലായിരുന്നു. ഇപ്പം ചേച്ചി വിചാരിക്കുന്നുണ്ട് ഇവന്റെ മിണ്ടാട്ടം നിന്നിട്ട് വേണോ ഒന്ന് കാപ്പി കുടിക്കാൻ പോണോന്ന്. പൊക്കോ, 20 മിനിറ്റ് കഴിയുമ്പോ പൊക്കോ. നിങ്ങൾ ഇഷ്ടമില്ലെന്ന് തോന്നിയാ, പ്രയോജനമില്ലെന്ന് തോന്നിയാ അച്ഛനെ കൊണ്ടിട്ട് പൊക്കോ. ഇല്ല, ഞാൻ പറഞ്ഞു തരാം എങ്ങനെ നമ്മുടെ ഈ മക്കളെ. ഇതാ ഡിജിറ്റൽ ബ്രിഡ്ജ്. മക്കൾ രക്ഷപ്പെടണമെങ്കിൽ 1ാമത്തെ കാര്യം അവോയ്ഡ് അൺനെസസറി കമ്പാരിസൺ. 2, ഗീവ് പ്രോപ്പർ മോട്ടിവേഷൻ. തള്ളണ്ടടുത്ത് തല്ലണം. അഡ്വക്കേറ്റ് ഒക്കെ ഇരിപ്പുണ്ട്, മുഴുവൻ കേട്ടിട്ടേ കോടതി അലക്ഷ്യാക്കണം. തല്ലണ്ടടുത്ത് തല്ലണം, തലോടന്റെ അടുത്ത് തലോടണം. ഉമ്മ കൊടുക്കേണ്ട അപ്പനും അമ്മയും ഉമ്മ കൊടുത്തില്ലെങ്കിൽ കൊച്ച് എറണാകുളത്തിന് പോകുന്നു ഉമ്മ മേടിക്കാൻ. അപ്പനും അമ്മയും ടീച്ചർമാരും തിരുത്തിയില്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കുന്നു. എന്റെ വീട്ടിലെ 3 ഈർക്കിലിയാ വെച്ചിരിക്കുന്നത്. ഇത്രയും പോലും ഇല്ല മൂത്തത്. അതിനിട്ട് എങ്ങനെയാ സാറേ ഒലക്ക വെച്ച് അടിക്കുന്നത്? ചില പേരൻസിന്റെ കൈ കിട്ടുന്ന പറ്റാ കൊച്ചിനിട്ട് കൊടുത്തു. ചട്ടകമാണ് ചട്ടകം, ഒലക്കയാണ് ഒലക്ക. ഇപ്പൊ ഒലക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഫോൺ വെച്ചാ കൊടുത്തില്ല. ഫോൺ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന്റെ തല പൊട്ടി വന്നു, ഫോൺ വെച്ച് എറിഞ്ഞതാണ്. ആര്? കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നു. രാവിലെ, ഞാൻ സാധാരണ രാവിലെ പിള്ളേർക്ക്, ഉച്ചക്കത്തെ ബ്രേക്കിന് ടീച്ചേഴ്സിന്, ഉച്ച കഴിഞ്ഞ പേരൻസിന്. ഇതാണ് കാരണം. എല്ലാം കൂടെ കൂടിയാലേ അല്ലേ, അല്ലാതെ ഈ ഒരു അച്ഛനോ ഈ ഹെഡ് മാസ്റ്ററോ കുറച്ച് ടീച്ചർമാരോട് ചങ്ക് കളിക്കിട്ട് കാര്യമല്ലോ. എല്ലാവരും കൂടെ കൂടണം. ഇവിടുന്ന് ഹോംവർക്ക് കൊടുക്കും, വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്നാ കാണാൻ പോ. പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് കഥ ചെയ്യുക. കൊല്ലത്തൊരു സ്കൂളിൽ ചെയ്തോണ്ടിരുന്ന ഒരു കുഞ്ഞു 4 പഠിക്കുന്ന ഒരു ചെറുക്കൻ കൊച്ചിന്റെ മുഖത്ത് ഇങ്ങനെ മാന്തിയേക്കുവാ. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയതാ? ഈ പിള്ളേര് നുണ പറയും കേട്ടോ. ഈ പിള്ളേർക്ക് ഭയങ്കര അഭിമാനം അപ്പനെ കുറിച്ചും അമ്മയെ കുറിച്ചും. ആ കൊച്ചു പറഞ്ഞു പൂച്ച മാന്തിതാന്ന് പറഞ്ഞു. പൂച്ച മാന്തിതാന്ന് പറഞ്ഞപ്പോ എനിക്കൊരു സംശയം, പൂച്ച എങ്ങനെയാ മാന്തുന്നത്? ഞാൻ പഠിച്ചിരിക്കുന്ന പൂച്ചയുടെ കൈ ഇങ്ങനെയല്ല. അത് കഴിഞ്ഞ് ഞാൻ മിണ്ടാനൊന്നും പോയില്ല. 11:30 ഇന്റർവെല്ലിന് അവൻ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞാനും തോളെ കൈയിട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്നാ പറ്റിയതാടാ? അപ്പൊ ഈ 4 പഠിക്കുന്ന കൊച്ച്, ഈ പയ്യൻ കണ്ണ് നിറഞ്ഞിട്ട് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, സാറേ അപ്പായും അമ്മയും കൂടെ ഇന്നലെ ബഹളം വെച്ചപ്പോ ഇടയ്ക്ക് കയറി നിന്നതാ, അമ്മപ്പൂച്ച മാന്തിതാ. ചിരിക്കാം, ചിന്തിക്കാം. ഞാൻ പിള്ളേർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നാ. നിങ്ങൾ തല്ലിക്കോ, പിള്ളേർക്ക് കാര്യം പിടികിട്ടണം. 2, മുട്ടിന്റെ താഴെ. ഞാനങ്ങ് പറഞ്ഞു തരിക. ഡിജിറ്റൽ ബ്രിഡ്ജ്, ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവര് കൈ ഉയർത്തിക്കോ. ഡിജിറ്റൽ ബ്രിഡ്ജ് ആദ്യമായിട്ട് കേൾക്കുന്നവര് കൈ ഉയർത്താൻ. വന്നിട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം. ഈ ഡിജിറ്റൽ ബ്രിഡ്ജ്
സ്വിറ്റ്സർലൻഡിലുള്ള സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുക. എന്നാ കാര്യം എന്നറിയാവോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ തളർന്നു കിടന്ന ഒരുത്തനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ടെക്നോളജിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ തളർന്നു കിടന്ന ഒരുത്തിനെ പൊക്കിക്കൊണ്ട് വരാനുള്ള ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിൽ പേരന്റിങ് സ്മാർട്ട് ആവണം. പേരന്റിങ് സ്മാർട്ട് ആവണം. ചില മാതാപിതാക്കളുണ്ട്, സാറ് പറ എന്തിന്റെ കുറവാ, അവക്ക് പഠിക്കാൻ കൊടുക്കുന്നുണ്ട്, തിന്നാൻ കൊടുക്കുന്നുണ്ട്. ചില പേരൻസിന്റെ ധാരണ തിന്നാൻ കൊടുത്താൽ മതിയെന്ന. തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ, വളർത്തണം. വളർത്തണം. ചിലർ പറയും പണമുണ്ട്, പണം മാത്രം പോരാ, സ്നേഹം കൂടെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതായിരുന്നു ഈ അപ്പച്ചന്റെ കുഞ്ഞുനാളിലെ പുസ്തകം മണ്ണെണ്ണ വിളക്ക്. ഇപ്പൊ ഇതാണ്ടേ ഒന്നാമത്തെ ഡിജിറ്റൽ ക്യാമറയിൽ എവരിത്തിങ് ഈസ് റെക്കോർഡാണ്. അച്ഛൻ്റെ വാട്സപ്പില് ചില ദിവസം ഈ സ്കൂളിലെ വീഡിയോയും ഡോക്യുമെന്ററി ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നല്ല ഒന്നാന്തര അധ്യാപകര്. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും അഡ്രസ് ചെയ്ത ആളാണ് ഞാൻ. 2 കൊല്ലം മുമ്പ് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഞാൻ ഒത്തിരി സ്കൂളുകളിൽ പോകുന്ന ആളാണ്. ആത്മാർത്ഥതയുള്ള, അമ്മത്വമുള്ള, കഴിവുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. വേണമെങ്കിൽ ഒരു കയ്യടി കൊടുത്തു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ കൊണ്ട് ഞാൻ കൈയടിപ്പിക്കാൻ കാരണം എന്താണെന്നറിയാവോ? ഈ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യം മോട്ടിവേഷനാണ്. വളർത്തേണ്ടവർ വളർത്തുന്നുണ്ടോ? വളർത്തുകയാണോ തളർത്തുകയാണോ? ഇരുന്ന് ചിന്തിക്കേണ്ടതാ. ഉള്ളത് മുഴുവൻ കൊടുക്കുന്നുണ്ട്, ഉള്ളു കൊടുക്കുന്നുണ്ടോ? ഈ ചോദ്യം ഇന്ന് രാത്രി കിടക്കുമ്പോ തികട്ടി വരാനാ ഞാൻ ചോദിക്കുന്നേ. ഉള്ളത് സാറ് പറ. ഞങ്ങൾക്കറിയാന്ന്, എനിക്കും അച്ഛനും ഹെഡ്മാസ്റ്ററിനും ടീച്ചേഴ്സിനും അറിയാം നിങ്ങൾ കഷ്ടപ്പെടുന്നത് പൈസയ്ക്കാന്ന്. പിള്ളേർക്ക് തോന്നുന്നില്ല. ബരാക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയപ്പോ മിഷേൽ പ്രസിഡന്റിന്റെ വൈഫ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഒബാമ നീ പ്രസിഡന്റായി ഞാൻ ഹാപ്പിയാണ്, ഞാൻ നിന്റെ കാര്യത്തിൽ സഹായിക്കും. പക്ഷെ ഒറ്റ കാര്യം, നമുക്ക് 2 പെൺമക്കളാ, അവരുടെ PTA മീറ്റിംഗാ അടുത്ത ആഴ്ച, നീ വന്നിരിക്കണം. ഇത് പറഞ്ഞത് അമ്മയാ. ഒരാഴ്ച കഴിഞ്ഞപ്പോ സ്വീകരണ മീറ്റിംഗാ, മറ്റേ മീറ്റിംഗാ, ഈ മീറ്റിംഗാന്നും പറഞ്ഞുകൊണ്ട് ഒബാമയ്ക്ക് വേണേ തിരക്കനുഭവിക്കായിരുന്നു. തിരക്ക് അഭിനയിക്കാതെ PTA മീറ്റിംഗിൽ പോയി പങ്കെടുത്തു ഒബാമ. ഞാൻ ഈ സംഭവം പറയാൻ കാരണമുണ്ടല്ലോ, അമേരിക്കൻ പ്രസിഡന്റിനെക്കാളും തിരക്കാ ചില മാതാപിതാക്കൾക്ക്. കൊച്ചു വരിക, അപ്പ എന്റെ ബുക്ക് സ്റ്റാർ കിട്ടിയതുകൊണ്ട് എന്നാ കാണാ പോ. കരയരുത്. സ്വാഗതം പറയുന്നപ്പോ പറയാൻ വിട്ടുപോയത്, എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. കരയുന്ന കണ്ടാൽ ഞാൻ കരയും, പിന്നെ എന്നെ വീട്ടിൽ കൊണ്ട് ആക്കുന്നത് ഇല്ല. ഇതിപ്പോ ജീവിക്കുന്ന ചില ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഓർത്തല്ലോ, അതൊക്കെ കഴിഞ്ഞു. ടുഡേ ഈസ് ഡേ ഓഫ് ചേഞ്ച്. ഞാനിപ്പോ റിസോഴ്സ് പേഴ്സണാ. വീട്ടിൽ ചെന്നാലുണ്ടല്ലോ കൊച്ചു പിള്ളേരുടെ കൂടെ കളിയാ. ഇന്നലെ ആനകളിയായിരുന്നു. ആന എനിക്ക് 3 എണ്ണമാണ്, 6, 4.5, 1.5 വയസ്സ്. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരുത്തൻ വണ്ടിയുടെ താക്കോല് മേടിക്കും, നോക്കി ചെയ്തു, അവനത് തന്നോ പറയും. 2ാമത്തെ ആള് മൊബൈലില്ല കേട്ടോ, മൊബൈൽ വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടാണ് കയറുന്നത്. കാരണം തലച്ചോറ് ചുരുങ്ങിപ്പോയി. പ്രസംഗിച്ചാൽ പോരല്ലോ, കുറച്ചെങ്കിലും ജീവിക്കണം. 2ാമത്തെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ബുക്കോ സ്നാക്സോ എന്തെങ്കിലും കൊടുക്കും. എന്ന് പറഞ്ഞാൽ കോളേജിൽ എന്തെങ്കിലും സ്നാക്സ് കാണും, അതുകൊണ്ട് പെറക്കിക്കൊണ്ട് പോകുന്ന, അല്ലാതെ ബേക്കറിയിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്നതാണ്. 3ാമത്തെ ആൾ ചെറിയ കൂടെ വലുതായപ്പോഴത്തേക്കും അപ്പാ 7:30 ഞങ്ങളുടെ വീട്ടിൽ കുരിശുവരെയാണ്. കുരിശുവരെ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിള്ളേരുടെ പെർഫോമൻസാ. പാട്ട് പാടുക, പ്രസംഗം, ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മേശയുടെ മുകളിൽ കയറി നിൽക്കും. ഇത് മുഴുവൻ ഞാൻ കേൾക്കും, ഞാനും വൈഫും കേൾക്കും. കേട്ടതിന് ശേഷം ഉണ്ടല്ലോ അപ്പ നമുക്ക് കളിക്കാന്ന് പറയും. അത്താഴത്തിന് മുമ്പ് ഒരു കളിയുണ്ട്. ഇന്നലെ ആനകളിയായിരുന്നു. ആന എങ്ങനെയാ നിൽക്കുന്നടി കൊച്ചായി, 4 കാലയില. ഞാൻ ഈ നാക്കൊക്കെ കഴിഞ്ഞ് മടുത്താ വന്നേ. ഈ ആന കയറുക എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടേ? മൂത്ത പെങ്കൊച്ചോ നിന്ന നിപ്പിൽ മോളിൽ കയറി. നമുക്ക് പറയാൻ പറ്റുമോ പാപ്പാമാരാണുങ്ങളാ പെണ്ണുങ്ങളല്ലെന്ന് പറയാൻ പറ്റുമോ? മോളിൽ പെണ്ണായിരിക്കുന്നു. 1.5 വയസ്സുള്ളവൻ അടി കിടപ്പുണ്ട്, 4 വയസ്സുള്ളവൻ സൈഡിൽ നിപ്പുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ കേരളത്തിൽ ആനയെ 20 മിനിറ്റ് കൂടുതൽ നിർത്തുന്നത് തെറ്റാണെന്നൊരു കോടതി വിധി ഉണ്ടെന്ന് പറഞ്ഞു. ഈ ചെറുക്കൻ, ഈ 3.5 വയസ്സുള്ള നമ്മുടെ വിചാരത്തിൽ വിവരമില്ലെന്ന് പറയുന്ന ഈ പയ്യൻ പറയുക, അത് TV-യിലെ ആന, ഇത് ഞങ്ങളുടെ അപ്പ. ഇത് 2 നാളെ വ്യത്യാസ.
ഞാൻ വലിയ കോളേജ് പ്രൊഫസറാ, ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെന്നാ ഉണ്ടല്ലോ പിള്ളേര് പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചോദിച്ചേ, ഉള്ളത് മുഴുവൻ കൊടുക്കുന്നുണ്ട്, ഉള്ളു കൊടുക്കുന്നുണ്ടോ എന്ന്. ഉള്ളത് മുഴുവൻ കൊടുത്താ പോരാ, ഉള്ളു കൊടുക്കണം. 1960 ഇങ്ങനെയായിരുന്നു കുടുംബം. വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇരുത്താൻ കുറ്റിച്ചൂലിനടിക്കുമായിരുന്നു തുണിയില്ലാതെ പോയാ. ഇറക്കമില്ലാത്ത തുണി ഇട്ടുകൊണ്ട് നടന്നാലേ വല്യമ്മ കുറ്റിച്ചൂലിനടിക്കുമായിരുന്നു. ഇപ്പൊ വല്യമ്മയല്ല അനാഥാലയത്തില, കുറ്റിച്ചൂലല്ല ഡൽഹിയിലും. ചൂലി ആം ആദ്മി പാർട്ടിയുടെ എംബ്ലം ജയിച്ചോട്ട് കുറ്റിച്ചൂലല്ല ഡൽഹിയിലോ. ചൂല് ചൂല്. അത് കഴിഞ്ഞ് വളർന്നു വലുതായി കഴിഞ്ഞപ്പോ മക്കള് വേണം, എന്നാലും ഒത്തിരി വേണ്ട. മറ്റൊന്ന അത് കഴിഞ്ഞ് താണ്ടേ 2000 ഒക്കെ ആയപ്പോഴത്തേക്കും നാം 2 നമുക്ക് 2 എന്നൊക്കെ ചുമ്മാ പ്രാസം ഒപ്പിച്ച് പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കാലം വളർന്നപ്പോ പറയാ ഇനി കല്യാണവും വേണ്ട, കൂടെ താമസിച്ചാൽ മതി, മക്കളും വേണ്ടെന്ന്. അല്ലേ, ഫോൺ മതി എന്ന് അതിന് പകരം 20,000 രൂപയാണ്. ഈ കാലഘട്ടത്തിലാണ് പേരന്റിങ്. ഇതാ ഈ ചിത്രം കണ്ടിട്ട് ഞെട്ടൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ഇരിക്കുന്ന കൂട്ട് ഞാൻ ഐ ആം നോട്ട് പെർഫെക്റ്റ് കേട്ടോ. പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചേക്കരുത് ഈ സാറെല്ലാം കൊണ്ടും പൂർണ്ണനാണെന്ന്. ദൈവം മാത്രമേ പൂർണ്ണനായിട്ടുള്ളൂ. ഞാൻ പെർഫെക്റ്റ് അല്ല, അതെനിക്കറിയാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒന്നാമത്തെ പേരന്റ് ഭയങ്കരം ബിസിയാ, ഭയങ്കരം തിരക്കാ, പണം പണം ഡ്യൂട്ടി. കൊച്ചിന് ഒത്തിരി കാര്യം പറയാനുണ്ട്. 1 പഠിക്കുന്ന കൊച്ച്, 2 പഠിക്കുന്ന കൊച്ച്, ടീനേജ് പ്രായം, മീശ കിളുക്കുന്ന പ്രായം. മീശ കിളുത്തപ്പം അപ്പനാ പറയണ്ടേടാ കൊള്ളാലോ, അപ്പായെ പോലെ മീശയൊക്കെ കിളുത്തല്ലോ. ഇത് അപ്പ പറഞ്ഞില്ലെങ്കിൽ അവൻ ഫേസ്ബുക്കിൽ പോവും ചേട്ടാ. അന്നേരം കേൾക്കാൻ സമയമില്ല. 13 വയസ്സുള്ള പെങ്കൊച്ചിന്റെ വയറ്റീന്ന് കൊച്ചു പിള്ളേർക്കൂടെ മനസ്സിലാകില്ലാത്ത ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണേ. 13 വയസ്സ് 12 വയസ്സുള്ള പെങ്കൊച്ചിന്റെ ശാരീരിക മാറ്റം വരുമ്പോ കോളെ തട്ടിയിട്ട് മോളെ മിടുക്കി, ദൈവം നിന്നെ ഒരുക്കുവാടി എന്ന് പറയേണ്ട അമ്മ തലോടാതെ ഉണ്ടാക്കാൻ പോയി കിടന്ന കൊച്ചു പിന്നെ ഡോക്ടറോട് ചോദിക്കാവുന്നുള്ള പങ്ക്തി പോവും. അപ്പനും അമ്മയും ഉമ്മ കൊടുക്കാൻ സമയമില്ലാതെ വേണേ തിന്നിട്ട് പൊക്കോളെ, വേണേ, ഞാൻ പിള്ളേരുടെ സ്വരാ പറയുന്നേ, പിള്ളേര് പറയാ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ വേണേ കേറ്റിയിട്ട് പൊക്കോളാൻ പറഞ്ഞെന്ന്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന, ഞാൻ പോലും ഭാര്യയോട് പറഞ്ഞിരിക്കുന്ന ഒരേ സാധനം 2 ദിവസത്തിൽ കൂടുതൽ അടുത്ത് വരരുതെന്ന്. ചില വീട്ടിൽ 1-ാമത്തെ ദിവസം ഇഡ്ഡലിയും ചമ്മന്തിയും, 2-ാമത്തെ ദിവസം ഇഡ്ഡലിയും കറുത്ത ചമ്മന്തിയും, 3-ാമത്തെ ദിവസം മിച്ചമുള്ള എല്ലാം കൂടെ കൂട്ടിയുള്ള സാധനം. അപ്പൊ നമുക്ക് ചിരിക്കരുത് ചേട്ടാ, നമ്മൾ ഈ മേടിച്ചു കൊടുക്കാതെ ചേച്ചിമാർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഓം സാങ്കരി സുങ്കരി പുട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? മാവും ഇതെല്ലാം വേണം, എല്ലാവർക്കും വേണമല്ലോ. നമ്മളെ ആ ബാക്കിയുള്ള ആ പൈസ ചെലവഴിക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് വളരാൻ വേണ്ടിയുള്ളത് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കൂടെ ചിന്തിക്കണം. ഇതാ 2-ാമത്തേതാ, വരച്ച വരെ നിന്നോണം. മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ദേഷ്യം മുഴുവൻ തീർക്കുന്ന പിള്ളേർക്കിട്ടാ, ദേഷ്യം മുഴുവൻ. പിള്ളേരോട് ചോദിച്ചു, തല്ലാറുണ്ട്. എന്തിനാ? എല്ലാ ദിവസവും ഉള്ള. ഇത് കേൾക്കുമ്പോൾ ചിന്തിച്ചു, തല്ലുന്നതിന് കാരണമുണ്ടോ? തല്ലണം. പിള്ളേരെ മാതാപിതാക്കളെ തിരുത്തണം. ഇവിടെ ഹെഡ്മാസ്റ്റർ തിരുത്തണം, മാനേജര് തിരുത്തണം. കറക്ഷൻ കിട്ടിയില്ല എങ്കിൽ വലിയ സ്ഥലത്ത് വലിയ മിസ്റ്റേക്ക് കാണിക്കും. 3-ാമത്തെ പേരന്റാ, വരുവോ പോവോ എന്നാ വേണേലും ചെയ്തോ, എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല, നിസ്സംഗത. 3-ാമത്തെ ചിത്രം. അവരായി, അവരുടെ പാടായി. 4-ാമത്തേതാണ്, പിള്ളേരുടെ കൂടെ ഇരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പം മുട്ടയുടെ മണം, മുട്ട. ഈ മണം പിടിക്കാൻ എനിക്ക് ശേഷി കൂടുതലുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു എന്നോട് കണ്ടുപിടിക്കാൻ. ഞാൻ ഓരോ ക്ലാസ്സിലും ചെന്നപ്പോൾ 4-ാം ക്ലാസ്സിലാണ് എനിക്ക് പിടി കിട്ടി മുട്ട. എന്നാ എയ്ഡഡ് സ്കൂളാകട്ടോ. സാധാരണ ഇപ്പം ഈ മുട്ടയും പാലൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടോ സാറേ മുട്ടയും പാലും? തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് മണം പിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാ കാര്യമെന്നറിയാവോ? ഒരു ചൊവ്വാഴ്ച ഇത് നടക്കുന്നേ. ആ ഒരു കൊച്ചിൻ്റെ ബാഗിനകത്ത് മുട്ട ഇരിക്കുക, ചീഞ്ഞ്. താന് ഈ മുട്ട കൊടുത്തപ്പോൾ മിച്ചം വന്നപ്പോൾ ടീച്ചർമാർ കൊടുത്തു വിട്ടതാ. വീട്ടിൽ ഒരു അനിയൻ കൊച്ചുകൂടി ഉണ്ടല്ലോ,
അതിന് കൊടുത്തേക്കാൻ പറഞ്ഞോണ്ട് ഈ കുഞ്ഞ് 4 പഠിക്കുന്ന കുഞ്ഞു കൊച്ചല്ലേ, അത് മറന്നുപോയി. ഈ അമ്മ ഒന്ന് ബാഗ് നോക്കണ്ടേ? ഈ 1 പഠിക്കുന്ന കൊച്ചെന്ന് പറഞ്ഞ കൊച്ചാന്നേ. ഞാൻ കാണിക്കാം നിങ്ങളെ ഈ കൊച്ചിന്റെ ചിത്രം. 1 പഠിക്കുന്ന കൊച്ചിന്റെ ചിത്രം ഞാൻ കാണിക്കാം. ആ 1 പഠിക്കുന്ന കൊച്ച് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതാ ഒന്നാമത്തെ ചിത്രം അമ്മയുടെ ഗർഭപാത്രത്തിലെ ചിത്രമാണ്. അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ബാക്കി, അപ്പന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ബാക്കിയായിട്ട് മക്കൾ ഉണ്ടാകാവുള്ളൂ. ഈ 1 പഠിക്കുന്ന കൊച്ചിന്റെ അപ്പനൊക്കെ ഇനിയും പിള്ളേരുണ്ടാവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പുറകെ ഇരിക്കുന്ന 60 വയസ്സുള്ളവർ ഇത് കേട്ടില്ലെന്ന് നടിച്ചാൽ മതി.